നവീൻ ബാബുവിൻ്റെ മരണം സംബന്ധിച്ച കേസ് അതിൻ്റെ അന്വേഷണം CBIക്ക് വിടുമ്പോൾ ഏറ്റവും കൂടുതൽ പരവേശവും വെപ്രാളവും കണ്ണൂരിലെ CPM നേതാക്കൾക്കായത് എന്തുകൊണ്ടായിരിക്കും? മടിയിൽ കനമുള്ളതുകൊണ്ട്. മടിയിൽ നല്ല മടിയിൽ കനമുള്ളവനാണല്ലോ വഴിയെ പോകുമ്പം അതെ. ഭയക്കേണ്ടത്. അതായത് നവീൻ ബാബുവിൻ്റെ ആത്മഹത്യയിലേക്ക് നയിച്ച സംഗതികൾ നമുക്കെല്ലാം അറിയാം. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ തന്നെയാണോ അതോ അതല്ലാത്ത സംശയകര മരണമാണോ എന്നുള്ളത് സംശയം. അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പം ആത്മഹത്യയാണ് ഇപ്പം നിലവിൽ പറയുന്ന അനുസരിച്ച് ആത്മഹത്യയാണ്. അദ്ദേഹത്തിൻ്റെ യാത്രയയപ്പ് ചടങ്ങിൽ വന്ന PP ദിവ്യ എന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് CPMൻ്റെ നേതാവ് അദ്ദേഹത്തെ വളരെ വ്യക്തിപരമായി അധിക്ഷേപിക്കുകയും അതേ തുടർന്ന് വീട്ടിൽ പോയി ജീവനെ ഒടുക്കുകയും ചെയ്തു. അതല്ല, അദ്ദേഹത്തെ കൊല്ലുകയായിരുന്നു എന്നുള്ളതാണ് ബന്ധുക്കളുടെ ആരോപണം. അതിൻ്റെ അന്വേഷണം ഏതായാലും CBI ഏറ്റെടുത്തു കഴിഞ്ഞു. നമുക്ക് പിന്നെ അതിനെക്കുറിച്ചുള്ള പിന്നീട് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു. പക്ഷേ ഈ നേതാക്കന്മാരുടെ ഈ അന്തം വിട്ടുള്ള ഈ ഓട്ടപ്പാച്ചിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. എല്ലാവരും ആകെ വരണ്ടിരിക്കുകയാണ്. അന്ന് ഭരണം കയ്യിലുണ്ടായിരുന്നുകൊണ്ട് നവീൻ ബാബു ഇടതുപക്ഷത്തിൽ പെട്ടയാളായതുകൊണ്ടും ഒരു CPM കുടുംബത്തിലെ അംഗമായതുകൊണ്ടും അന്ന് കണ്ണൂർ ലോബിയായിട്ടുള്ള CPM നേതാക്കൾ പറയുന്നതനുസരിച്ച് കാര്യങ്ങൾ ചലിച്ചു, കൃത്യമായിട്ട് നീക്കി. മാത്രമല്ല CBI എത്തുമ്പോൾ അവർ ആദ്യം അന്വേഷിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസ് അന്വേഷിച്ച അന്നത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ പിന്നീട് തിരഞ്ഞെടുപ്പ്, അതായത് അയാൾ റിട്ടയർ ചെയ്യുന്നു, തദ്ദേശഭരണ തിരഞ്ഞെടുപ്പ് വരുന്നു, അയാൾ കൗൺസിലർ ആകുന്നു. അതെ. അതുപോലെ ആദ്യ കേസിൽ ഒരു SIT ഉണ്ടായിരുന്നു. അതിനകത്ത് ഒരുപാട് മിസ്സിംഗ് ലിങ്ക്സ് ഉണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ഈ പറയുന്ന പ്രശാന്തന് മുഖ്യമന്ത്രിക്ക് ഒരു പരാതി കൊടുത്തിരുന്നു. ഈ പരാതി എന്ന് പറയുന്നത് ഈ ആത്മഹത്യക്ക് ശേഷമാണ് കൊടുക്കുന്നത്. പഴയ ഡേറ്റ് വെച്ച് കൊടുത്തു. അത് വലിയ വിവാദമായി. എന്നാൽ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അന്വേഷണം നടത്തിയെങ്കിലും ഇത് സംബന്ധിച്ച് ഒരു കുഞ്ഞു കാര്യം പോലും പറയും. മാത്രമല്ല ഈ പ്രശാന്തന് നമുക്കറിയാം, നമ്മുടെ ചില സുഹൃത്തുക്കൾ പെട്രോൾ പമ്പുണ്ട്. ഇന്ന് ഒരു പെട്രോൾ പമ്പ് തുടങ്ങണമെങ്കിൽ എത്ര കോടി രൂപയാണ് വേണ്ടത്? ജസ്റ്റ് ഒരു പെട്രോൾ പമ്പ് അല്ല, അത് എല്ലാ സംവിധാനങ്ങളിലും കൂടി വേണം ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ. സ്ഥലം വേണം, ഇത്രയും ഫെസിലിറ്റി വേണം, അതിനകത്ത് ടോയ്ലറ്റ് വേണം, ബാക്കിയുള്ള എല്ലാ സൗകര്യങ്ങളും കൂടി ഉള്ള വലിയൊരു രീതിയിൽ ഇന്ന് പമ്പ് തുടങ്ങാൻ കഴിയുള്ളൂ. അതിനാലേ അനുമതി കിട്ടുള്ളൂ. പെട്രോളിയം കമ്പനികൾ പോലും അവർ പറഞ്ഞിട്ടുള്ള എല്ലാ മാനദണ്ഡങ്ങളും ഒരു പാലിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ കൊടുക്കുള്ളൂ. ഇയാൾക്ക് അതിനുള്ള ഏതാണ് സ്ഥിതി ഉള്ളതെന്ന് മനസ്സിലാക്കി ഇയാളെ കണ്ടിട്ടും അല്ലെങ്കിൽ ഇയാളെ സ്വത്തുക്കളെ കുറിച്ച് അന്വേഷിച്ചിട്ട് ഇയാളെ പശ്ചാത്തലം തിരക്കി ചെല്ലുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇയാൾക്ക് സ്വന്തമായിട്ട് പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള യാതൊരു തരത്തിലുമുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ല എന്ന് തന്നെയാണ്. ഇതിന് എന്താണെങ്കിലും ഈ സംഭവത്തിലൊരു ഗൂഢാലോചന ഉണ്ട്. ഈ നവീൻ ബാബുവിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള ദിവ്യയുടെ പ്രസംഗവും ആ പ്രസംഗം കവർ ചെയ്യാനായിട്ട് ഒരു പ്രാദേശിക ചാനൽ വിളിച്ചുകൊണ്ട് വരികയും അയാളെ കൊണ്ട് ഈ വീഡിയോ എടുപ്പിച്ച് ഇവരെ പ്രചരിപ്പിച്ചു വിടുകയും ചെയ്തതിനകത്ത് ഒരു വലിയ പങ്ക്, ഒരു വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട്. ആ ഗൂഢാലോചന അന്വേഷിച്ചിട്ടില്ല. അല്ല, എന്ത് കേസിലും ഒരു ഗൂഢാലോചന കാണുമല്ലോ. എല്ലാത്തിലും ഉണ്ട്, അതിലില്ലാത്തത് എല്ലാത്തിലും ഉണ്ട്. പക്ഷേ തെളിയിക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പാണ് 120B ക്രിമിനൽ ഗൂഢാലോചന, സംഘം ചേർന്നുള്ള ഗൂഢാലോചന. അല്ല, മാത്രമല്ല ഇയാളെ ഈ പ്രശാന്ത് തന്നെ ഇപ്പോഴും ഇതിൽ പട്ടികയിൽ ഒന്നും ചേർത്തിട്ടില്ല. ഇല്ല. നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, മുമ്പൊരിക്കൽ ഈ പ്രശാന്തന്റെ പിന്നാലെ മാധ്യമങ്ങൾ ഇറങ്ങി ഓടി. അയാൾ ഓടുന്ന ഒരു ദൃശ്യം നമുക്ക് ഓർമ്മയുണ്ട്. അതുകൊണ്ട് അയാൾക്ക് മാധ്യമങ്ങളെ കാണാൻ. അത് മാത്രമല്ല, അയാൾ 1 ലക്ഷം രൂപയ്ക്ക് പണയം വെച്ചിട്ട് അതായത് 98,000 സംതിങ് 98,500 സംതിങ് അല്ലേ? അതെ, കൊണ്ട് അത്രയും പൈസ 98,500 അത്രയാണ് കൊടുത്തതെന്നാണ് പറയുന്നത്. ആ ബാക്കി കാശ് എവിടെ? ബാക്കി പൈസ ഇത് വളരെ വിചിത്രമാണ്. അതാ 1 ലക്ഷം രൂപ ചോദിച്ചെടുത്ത് ഇത്രയും കൊടുത്തു കടം പറഞ്ഞു കാണും. ആദ്യം ഇനി അന്വേഷിക്കണം. CBI വരുമ്പോൾ ഇത് പ്രധാനം അന്വേഷിക്കേണ്ട പട്ടികയിൽ ഇനി നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഇവരുടെ കേസ് അന്വേഷിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ തിരക്കേണ്ട ഒരു കാര്യം, ഇയാൾക്ക് ഈ പെട്രോൾ പമ്പ് എങ്ങനെയാണ് കിട്ടിയതെന്നുള്ളതാണ്. അതെ. ഈ പ്രശാന്തന് യാതൊരു ധാരണയില്ലാത്ത, ഇതുമായി ഒരു ബന്ധമില്ലാത്ത, ആസ്തിയില്ലാത്ത ഒരാൾക്ക് പെട്രോൾ പമ്പ് കടന്നു കിട്ടി. അതുപോലെ ഈ പറയുന്ന പ്രശാന്തൻ വിജിലൻസിൽ പരാതി നൽകാൻ അവിടുത്തെ ഓഫീസിലെത്തിയിരുന്നു എന്നാണ് പറഞ്ഞത്. പക്ഷെ അവിടുത്തെ ഉദ്യോഗസ്ഥർ, ഇയാൾ ഈ ഓഫീസിലെത്തിയിരുന്നു, പക്ഷേ അവിടുത്തെ ഉദ്യോഗസ്ഥർ ആരെയും മൊഴി പരാതി കൊടുക്കായിരുന്നല്ലോ. അതെ. അതുപോലെ മറ്റൊന്നുണ്ട്, കൈക്കൂലി കൊടുത്തു എന്ന് ഇയാൾ സമ്മതിക്കുകയാണ്. അയാളും പ്രതിയാണ്. അയാളപ്പം പ്രതിയാണ്. കൊടുക്കുന്നതും വാങ്ങുന്നതും കുറ്റകൃത്യമാണ്. അതുപോലെ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട മുഴുവൻ ഫോൺ രേഖകൾ, ഇത് ദിവ്യയുടെ തന്നെ എല്ലാ ഫോൺ രേഖയൊന്നും ഇവർ പിടിച്ചെടുത്തിട്ടില്ലല്ലോ. അതെ, ഇല്ല, മുഴുവൻ ഫോൺ രേഖകളും പിടിച്ചെടുത്തിട്ടില്ല. അപ്പോൾ CBI വരുമ്പോൾ ആദ്യം പ്രതിയാക്കാൻ പോകുന്നത് ഒരാൾ ഈ പ്രശാന്തനായിരിക്കും. മാത്രമല്ല ഈ ദിവ്യയുടെ ഔദ്യോഗിക ഫോൺ അവർ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവർ പറഞ്ഞത്. എന്തിനാ ഔദ്യോഗിക ഒരു ഫോൺ, ഒരു സിമ്മും കൊടുത്തിട്ടുണ്ടെന്നാണ്. ഈ രണ്ടുപേരും ഉപയോഗിച്ചിട്ടേ ഇല്ല എന്നാണ്. അത് ആര് വിശ്വസിക്കും? നിങ്ങളെ ഔദ്യോഗിക ഫോൺ വേണ്ട കേട്ടോ, ഞാൻ എൻ്റെ പൈസ മുടക്കി ഞാൻ സ്വന്തം ആയിട്ട് എൻ്റെ ഫോൺ ഉപയോഗിച്ച് വിളിച്ചോളാം എന്ന് ലോകത്തെ ഏതെങ്കിലും പൊതുപ്രവർത്തകർ പറയൂ? അത്
മാത്രമല്ല ഔദ്യോഗിക രേഖകളിലെല്ലാം ഉള്ള ഈ ഫോൺ നമ്പറല്ലേ. അല്ല, ഈ ഔദ്യോഗിക ഫോൺ വഴി ഇത്തരം കമ്മ്യൂണിക്കേഷൻ ഒന്നും നടന്നു നടക്കില്ല. കാണില്ല. അത്തരം കമ്മ്യൂണിക്കേഷൻ നടത്തിയിട്ടുമില്ല. കാരണം വളരെ സൂക്ഷിച്ചായിരിക്കും കൈകാര്യം ചെയ്യുന്നത്. ചില വേറെ കല്ല കച്ചവടം നടത്തിയിട്ടുണ്ടായിരിക്കും ഈ ഫോൺ ഉപയോഗിച്ച്. പക്ഷേ ഇതിനകത്തെ ഗൂഢാലോചന തെളിയിക്കണമെങ്കിൽ ഉം. ഒന്നാമത്തെ കാര്യം, ഗൂഢാലോചന നടന്നിട്ടുണ്ടോ? നടന്നിട്ടുണ്ട്. ഉണ്ടെങ്കിൽ എവിടെ വെച്ച്, എപ്പോ, എന്നൊക്കെ ഒരു രണ്ടാമത്തെ ചോദ്യം. പങ്കെടുത്തത് ആരൊക്കെ? അപ്പോൾ പങ്കെടുത്തവരാരൊക്കെ? ഇന്ന ആൾക്കാർ 7-8 പേരുണ്ടെന്ന് വയ്ക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ ഇവരും ഈ പ്രശാന്തനും ഈ പ്രശാന്തനെ മുൻനിർത്തിക്കൊണ്ട് ബിനാമി ആയിക്കൊണ്ടുള്ള ഈ സംഘങ്ങൾ, അപ്പോൾ നമുക്കറിയാമല്ലോ, പ്രശാന്തനെ കൊണ്ട് അവരൊരു നിർവഹണ ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ ഒരു നിർവഹണത്തിന് വേണ്ടി വിനിയോഗിച്ച ഒരാളാണ്, നിർവഹണ ഏജന്റ് എന്നുള്ളതാണ്. അപ്പോൾ ഇയാളെ ഈ ദൗത്യം ഏൽപ്പിക്കുന്നു. ഈ നവീൻ ബാബുവിനെ കൊടുക്കാനുള്ള ദൗത്യം ഇവർ ഏൽപ്പിക്കുന്നു. ഇയാളെ ഏൽപ്പിക്കണമെങ്കിൽ അത് പി ദിവ്യ ഒറ്റയ്ക്കായിരിക്കില്ല. അതിന് പിന്നിൽ കുറെ ആൾക്കാരാണ്. ഇവർ ഒന്നിച്ച് തീരുമാനിച്ച ശേഷമാണല്ലോ ഈ പ്രശാന്തനെ വിളിച്ചു ചോദിക്കുന്നത്. ഇവർ വലിയൊരു കച്ചവട മാഫിയാണ്. ഇവർ കോടികൾ സമ്പാദിക്കുന്ന, ഇവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് ഈ നമ്മൾ നേരത്തെ ഒരു ചർച്ച പറഞ്ഞിട്ടുള്ളതാണ്. അവിടെ ഈ മലബാർ ദേവസ്ഥൻ്റെ ഒരുപാട് ഭൂമി കിടപ്പുണ്ട് വെറുതെ. ഇതെല്ലാം ഇവർ പലരും തട്ടിയെടുത്ത് മറച്ചു വയ്ക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പം ഈ പ്രശാന്തൻ എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, അയാൾ ഇതിൻ്റെ ഒരു അറ്റത്തെ ഒരു ചെറിയൊരു മാത്രമാണ്. പക്ഷേ ഈ അന്വേഷണ സംഘത്തിൻ്റെ കയ്യിൽ ഉള്ളയാൾ എന്ന് പറയുന്നത് പ്രശാന്തനാണ്, ഏകകക്ഷി. ഇയാളിൽ നിന്ന് വേണം മറ്റുള്ളവരിലേക്ക് എത്താൻ. ഇയാളിൽ നിന്ന് 1, 2, 3 ഇങ്ങനെ 4 ചുറ്റിനും വ്യാപിച്ച് കിടക്കുന്ന ഒരു ഗൂഢാലോചനാ സംഘമുണ്ട്. ഈ ഗൂഢാലോചനാ സംഘത്തെ കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തണമെങ്കിൽ പ്രശാന്തനെ CBI ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ പ്രശാന്തൻ മണിമണി പോലെ കാര്യങ്ങൾ പറഞ്ഞാൽ ഈ പറയുന്ന ശുംഭനിശുംഭന്മാരടക്കം എല്ലാവരും ഇതിനെല്ലാവരും കൊടുക്കും. ശുംഭനെ അറിയാമല്ലോ, എല്ലാവരും ശുംഭനിശുംഭന്മാർ, ജയരാജന്മാരൊക്കെ അടക്കം എല്ലാവരും പോകും. പിന്നെ നിലവിൽ ഈ കണ്ണൂർ ലോബിക്ക് ഒരു പിന്തുണ എന്ന പോലെയാണ് ഇന്നലെ PB ഹർഷകുമാർ എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം അദ്ദേഹം രംഗത്ത് വന്നിരിക്കുന്നത്. അത് ഇത്രയും നാളും അനക്കമില്ലാതിരുന്ന, ആ സംഭവം ഉണ്ടാകുമ്പോൾ പോലും മൗനം പാലിച്ചിരുന്ന ഇവർ CBI അന്വേഷണം പ്രഖ്യാപിച്ചതിന് പിന്നാലെ ഇങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ, കുറ്റബോധം കൊണ്ടാണ് അയാൾ ആത്മഹത്യ എന്ന് കൂടെ പറഞ്ഞു. അതെ, അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ എന്തൊക്കെയോ അല്ലേ. ഈ മൊത്തത്തിൽ കേരളം വിറ്റ് കാശാക്കിയ കൂട്ടത്തിൽ എല്ലാം ചെയ്ത് കാണും. സത്യം പറഞ്ഞാൽ ഈ മനുഷ്യനെ തട്ടിക്കളഞ്ഞാണെന്നോ നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നത്. തട്ടിക്കളഞ്ഞതാണോ അതോ അദ്ദേഹം തന്നെ ചെയ്തതാണോ എന്നൊക്കെ ഉള്ളത് അവർക്ക്, അത് കുടുംബാംഗങ്ങൾക്ക് സംശയമുണ്ട്. പക്ഷേ മറ്റ് ശാസ്ത്രീയ പരിശോധനകളിലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ ആത്മഹത്യയുടെ ലക്ഷണങ്ങളാണുള്ളത്. അതിൽ ഈ ബ്ലഡ് കാണുക എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളത് പോലെ ഇത് ഇങ്ങനെ ഒരു സന്ദർഭത്തിൽ ഇങ്ങനെ വരാറുണ്ട്. അയാളെ സംബന്ധിച്ചിടത്തോളം ഇയാളെ ഇവരൊരു എനിക്ക് തോന്നുന്നു ഈ കൈക്കൂലി വാങ്ങിയിട്ടില്ലെങ്കിൽ പോലും വാങ്ങുന്ന തരത്തിലേക്ക് ഇയാളെ കുടുക്കിയിട്ടുണ്ടാവും. അറിയാം, ഈ നവീൻ ബാബുവിനെ. അപ്പോൾ അതിനെ തുടർന്ന് അദ്ദേഹം മാനസിക ആത്മഹത്യ ചെയ്തിട്ടുള്ളതാകാം. ഇനി ഒരു പക്ഷേ ബന്ധുക്കൾ പറയുന്ന പോലെ അല്ലാതെ കൊലപ്പെടുത്തിയിട്ടുള്ളതും ആകാം. എന്താണെങ്കിലും CBI അന്വേഷിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അത് വരും. അവിടെയല്ല പ്രശ്നം. CBI എവിടേക്കൊക്കെ അന്വേഷണം വ്യാപിപ്പിക്കും, ഈ പറയുന്ന നേതാക്കൾ ആരൊക്കെ പോലും. ഇപ്പോൾ ഇവർക്ക് സംസ്ഥാന പോലീസ് അല്ല ഇത്, 1. 2, ഇവർക്ക് ഭരണമില്ല, പിടിപാടില്ല, ഒന്നുമില്ല, എല്ലാം തീർന്നു. പിണറായിയുടെ മോളെ വീട്ടിലെത്തിയതുപോലെ തടയാൻ പറ്റില്ല. തിരിച്ചടിയോട് തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഇവർക്ക്. അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന അന്വേഷണം ഒരു ദിവസം രാവിലെ എൻ്റെ വീട്ടിൽ CBI വരുന്നു എന്നൊരു പേടിച്ച വരും. പണ്ട് CBI വന്നപ്പം നെഞ്ചുവേദന വന്ന ആളുണ്ട് ഇവിടെ, ജയരാജൻ ചെന്താര. അത് മറ്റേ ഒരു ഹൈറേഞ്ച് ഹക്കീമായിരുന്നു. ഏതാവും വരട്ടെ, ഞങ്ങൾ നേരിട്ടോളാം. CBI വന്നതും പുള്ളി ദാ കിടക്കുന്നു, ആ നിലവിളി ശബ്ദം ഇടോന്നും പറഞ്ഞ് പിന്നെ കൊണ്ടുപോകുന്ന ഒരു സീനാണ് നമ്മൾ കണ്ടത്. ഇത് ചുമ്മാ വാചകടിക്കുന്നതല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്കുള്ളിൽ ഭയമുണ്ട്, നല്ല ഭയമുണ്ട്. ആകെ പരവേശത്തിലാണോ പിണറായി വിജയൻ? ആകെപ്പാടെ പിണറായി വിജയൻ ആദ്യം EDയുടെ കേസിലകത്ത് പോകുമോ അതോ നവീൻ കേസിലകത്ത് പോകുമോ എന്നുള്ള ഒരു സംശയം പിണറായി വിജയനും ഉണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. എന്താണെങ്കിലും ഇതിൻ്റെ ഉള്ളിലെ ഈ അന്വേഷണത്തിൽ CBIക്ക് കുറേയേറെ കറങ്ങേണ്ടി വരും. കൃത്യമായ പ്രതികളെ അവർ നിശ്ചയദാർഢ്യത്തോടെ എത്തിയാൽ പിടിക്കാൻ തന്നെ കഴിയും. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇതിനകത്തുണ്ട്. ഇതുവരെ CBI ഏറ്റെടുത്തിട്ടില്ല. CBI അന്വേഷണം സർക്കാരിന് ശുപാർശ ചെയ്യാനേ കഴിയൂ. CBI ഡയറക്ടറാണ് തീരുമാനിക്കുന്നത് ഇത് കൊടുക്കണോ. ഈ കേസിൻ്റെ മെറിറ്റ് നോക്കും. ഇവരൊരു പ്രാഥമിക അന്വേഷണം നടത്തും. അതിനുശേഷം അവർ വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അനുവാദം വേണം. കേന്ദ്ര ഗവൺമെൻറ് അനുവാദത്തോടു കൂടിയേ ഇതിനകത്ത് വരാൻ പറ്റുകയുള്ളൂ. അപ്പം CBI അന്വേഷണം വന്നാൽ അത് അത്രയും നല്ലത്. CBI അന്വേഷണം പ്രഖ്യാപിച്ച സ്ഥിതിക്ക് എത്തും എന്ന് തന്നെയാണ് സൂചന. സംസ്ഥാന സർക്കാർ അപ്ലൈ ചെയ്യുകയാണല്ലോ ഇത് അനുവദിക്കണമെന്നുള്ളത്.
അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ എത്താനാണ് സാധ്യത. അവർ ചില കേസൊക്കെ അവർ അന്വേഷിച്ച് പ്രാഥമികമായിട്ടൊന്ന് മാത്രമല്ല കേരളത്തിലെ BJP സംസ്ഥാന നേതൃത്വം ഇക്കാര്യത്തിൽ സജീവമായി ഇടപെടണം. കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട് അവരും അക്കാര്യം സമ്മർദ്ദം ചെലുത്തണം. എന്താണെങ്കിലും കണ്ണൂരിലെ നേതാക്കന്മാർക്ക് ഒന്നൊഴിയാതെ ഉറക്കമില്ലാത്തവരാകും. രാഹുലാണ്